വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവീൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവീൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവീൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കുവീൻ. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസികളെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടി ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് അവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സദാ ജാഗരൂകരായിരിക്കുവാൻ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ വിശ്വസ്തയോടും വിവേകത്തോടും കൂടി അരമുറുക്കി വിളക്ക് കത്തിച്ച് തമ്പുരാന് സാക്ഷിയായി ജീവിച്ച ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയിൽ നാം കാണുന്നത്. ഇടവക പട്ടക്കാരുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായി മാറിയിരിക്കുന്ന ആഴ്സിലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദികർക്ക്, ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥതയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫ്രാൻസിൽ ലിയോൺസിന് സമീപം ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ 1786 മാത്യു മരിയ ദമ്പതികളുടെ മകനായി ജോൺ മരിയ വിയാനി ജനിക്കുന്നു. അധ്വാനവും ദൈവാശ്രയവും കൈമുതലായിട്ടുള്ള ഭക്തരായ കർഷകരായ മാതാപിതാക്കളായിരുന്നു ജോൺ മേരി വിയാനിയുടേത്. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന സ്വാധീനം, ജീവിതശൈലി, മാതൃക ഏറെ ശ്ലാഘനീയമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അനുഭവിച്ച ചെറുപ്രായത്തിൽ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ഭക്തിയും ശ്രദ്ധയും അധ്വാനവും ദൈവാശ്രയവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ആബെ ബെയ്ലി എന്ന സ്കൂളിൽ പഠിക്കുവാൻ
അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാൻ അത്ര ശക്തിയും ബുദ്ധിയുമുള്ള ആളായിരുന്നില്ല. എന്നാൽ അധ്വാനിച്ച് തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിലാണ് 1813 ഒരു വൈദികനാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി സെമിനറിയിൽ പ്രവേശിക്കുന്നത്. പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്ന അദ്ദേഹം, പ്രത്യേകിച്ച് ലത്തീൻ ഭാഷ കൈവശമാക്കുവാൻ, അത് കൈകാര്യം ചെയ്യുവാൻ വളരെ പ്രയാസമായിരുന്ന അദ്ദേഹത്തിന് ജീവിതം ഒരു വിളിയാണ്, വെല്ലുവിളിയാണ്. അതിനെ സധൈര്യം നേരിടുക എന്ന ബോധ്യത്തോടു കൂടി നേരിടുവാൻ ഉള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പഠനം തൃപ്തികരമല്ലെന്നും എന്നാൽ ദൈവവിളിയോടുള്ള ആഭിമുഖ്യം, സ്വഭാവം, സവിശിഷ്ടത ഇവയിൽ ഏറ്റവും ഒന്നാമനാണ് ജോൺ മേരി വിയാനി എന്നുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ അധികാരികൾ രൂപതാ മെത്രാന് നൽകി. രൂപതാ മെത്രാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ജോൺ മേരി വിയാനിക്ക് ജപമാല ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ? റക്ടച്ചൻ കൊടുത്ത മറുപടി, ജപമാലയിൽ മാത്രമല്ല എല്ലാ ഭക്തി അഭ്യാസങ്ങളിലും ആത്മീയതയിലും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന്. അദ്ദേഹത്തിൻ്റെ മെത്രാൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠനം പൂർത്തിയാക്കി വിട്ടേക്കൂ, ഞാൻ അദ്ദേഹത്തിന് പട്ടം കൊടുത്തുകൊള്ളാം. പ്രാർത്ഥിക്കുന്നവൻ, ആത്മീയതയിൽ ജീവിക്കുന്നവൻ, അതാണ് നമുക്ക് ഏറെ ആവശ്യം എന്ന് പറഞ്ഞ് രൂപതാധ്യക്ഷൻ അദ്ദേഹത്തിന് 1815 ആണ്ട് ഓഗസ്റ്റ് മാസം 13-ാം തീയതി പുരോഹിതനായി അദ്ദേഹത്തെ അഭിഷിക്തനാക്കി. ഫാദർ ബെയ്ലിയുടെ അസിസ്റ്റൻ്റായി 2 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു. 2 വർഷക്കാലത്തെ ഫാദർ ബെയ്ലിയോടുള്ള ആ ജീവിതം വളരെയധികം സ്വാധീനം ഫാദർ ബെയ്ലിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയും കാര്യങ്ങളും ഒക്കെ ഫാദർ ബെയ്ലിയെയും വളരെയേറെ ആകർഷിച്ചു. ആ റിപ്പോർട്ട് അവരുടെ മെത്രാന് കൊടുത്തപ്പോൾ ജോൺ മേരി വിയാനിയെ എവിടേക്ക് വിടാം, ഒരു ഇൻഡിപെൻഡൻ്റ് വികാരിയായി വിടാമെന്ന് ചിന്തിച്ചപ്പോൾ ആഴ്സ് എന്ന ഗ്രാമം വൈദികരോടും ദൈവത്തോടും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയിൽ ജീവിച്ച ഒരു ഗ്രാമമല്ല. അവിടെ വൈദികർക്ക് വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് പ്രവർത്തിക്കുവാൻ വചനത്തോട് ആഭിമുഖ്യമുള്ള ഭക്തനായ ഈ വൈദികനെ വിട്ടാൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകും എന്ന് കരുതി അടച്ചുപൂട്ടപ്പെട്ടതായ ആ പള്ളി തുറന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അയക്കുകയാണ്. ആഴ്സിലേക്ക് യാത്ര ചെയ്യുന്ന ജോൺ മേരി വിയാനിക്ക് ആ പള്ളി എവിടെയാണെന്ന് ആളുകളോട് ചോദിച്ചറിയുവാൻ ഇടയായി. ഒരു മനുഷ്യനോട് ചോദിച്ചു, ഈ പള്ളി എവിടെയാണെന്ന് അറിയാമോ? ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ ഒരു വൈദികനാണ്, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന്. ആഴ്സിലെ പള്ളി അറിയാത്ത അച്ഛനാണോ ദൈവീക വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. അങ്ങനെയുള്ള കളിയാക്കലിലൂടെയൊക്കെ നിരാശപ്പെട്ട ഒരു വ്യക്തിയല്ല നാം കാണുന്നത്. പള്ളിയിൽ ചെന്നപ്പോൾ പള്ളി അടഞ്ഞു കിടക്കുകയാണ്, ആരും അവിടെ ഇല്ല. ദിവസങ്ങളായി അത് വൃത്തിയാക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ കണ്ട് അദ്ദേഹം തന്നെ ആ പള്ളി തുറന്ന് മണിയടിച്ച് പള്ളിയെല്ലാം വൃത്തിയാക്കി. ആരും പള്ളിയിൽ വരുന്നില്ല. വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ആ ഗ്രാമങ്ങളിൽ ചുറ്റും നടന്ന് അവരെ എല്ലാവരെയും ദൈവികമായ അനുഭവത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, വിശുദ്ധ കൂദാശകളിലേക്കൊക്കെ അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു. പല ആവർത്തി അവരെ ക്ഷണിച്ചിട്ടും അതിനൊന്നും പ്രതിഫലം കാണാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിരാശപ്പെട്ടില്ല. വിശുദ്ധ കുർബാനയുടെ പ്രത്യേക ഭക്തനായ അദ്ദേഹം കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങളോട്
ഈ ആവശ്യം വീണ്ടും അറിയിക്കുവാൻ കടന്നു ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയിൽ ആകൃഷ്ടരായ ജനം വന്ന് നോക്കി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനുഷ്യനാണല്ലോ അദ്ദേഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ആ ദേവാലയവുമായി ബന്ധപ്പെടാൻ തുടങ്ങി. ക്രമേണ എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന ചൊല്ലുപോലെ എല്ലാ റോഡുകളും ആഴ്സിലേക്ക് നീങ്ങുവാൻ തുടങ്ങിയ ഒരു സാഹചര്യം നാം അവിടെ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുരഞ്ജന കൂദാശയ്ക്ക് കുമ്പസാരത്തിന് അണയുന്ന ആളുകൾ, ആത്മീയ ചൈതന്യം പ്രാപിക്കുവാൻ ഉപദേശം സ്വീകരിക്കുവാൻ വരുന്ന ആളുകൾ, തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റ് കാലാവസ്ഥയിൽ 18 മണിക്കൂറും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുന്ന ഒരു വൈദികൻ എത്ര തീഷ്ണതയോടെയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വളരെ ലളിതമായിരുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോയത്. ഈ ജീവിതശൈലിയും മാതൃകയുമൊക്കെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി മാറ്റുവാൻ ഏറെ സഹായകമായിരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ ജോൺ മേരി വിയാനിക്ക് വലിയ പഠനമൊന്നും നടത്താൻ കഴിഞ്ഞില്ല എന്ന് വരികിലും തൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എല്ലാം തന്നെ വളരെ ദൈവീകമായ ഒരനുഭവമാക്കി മാറ്റുവാൻ, ആത്മാവിൻ്റെ നിറവിലൂടെ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് കഴിഞ്ഞു. വളരെ സരസമായ രീതിയിൽ നർമ്മരസത്തോടുകൂടി പ്രസംഗിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. വളരെ തടിയുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ എന്താണ് എളുപ്പം? അദ്ദേഹം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നല്ല തടിയുള്ള ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. തന്നെ തടി കുറയ്ക്കണം, എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. നല്ല നർമ്മരസത്തോടു കൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കട്ടിൽ കത്തിയെരിയുന്നതായിട്ട് കാണുകയാണ്. പൈശാചികമായ ശക്തിയുടെ പ്രലോഭനമായിരുന്നു അവിടെ നടന്നത്. കത്തിയെരിഞ്ഞ തൻ്റെ കട്ടിൽ കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു ജോൺ മേരി വിയാനിയല്ല നാം കാണുന്നത്. അദ്ദേഹത്തിന് 2 കത്തുകൾ ലഭിച്ചു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയുള്ള ഒരു കത്ത്. രണ്ടാമത്, അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് താറടിച്ചുകൊണ്ടുള്ള ഒരു കത്ത്. ആദ്യത്തേത് തന്നിൽ ഒന്നും പുതുതായി നൽകുവാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാനില്ല എന്നുള്ള ഒരു തൃപ്തിയിലും, രണ്ടാമത്തേത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തിരസ്കരിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തിരസ്കരിക്കും എന്നുള്ള തമ്പുരാൻ്റെ വാക്കുകൾക്ക് അനുയോജ്യമായി മനുഷ്യരുടെ മുമ്പിൽ തമ്പുരാനെ ഏറ്റുപറയുവാൻ ലഭിക്കുന്ന അവസരം, അതിൽ എന്തെല്ലാം പ്രയാസമുണ്ടായാലും എൻ്റെ നിമിത്തം മനുഷ്യൻ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നുള്ള അഷ്ടസൗഭാഗ്യത്തിലെ ആ വാക്കുകൾ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ പുകഴ്ത്തിയ അവസരത്തിലും താഴ്ത്തിയ അവസരത്തിലും അദ്ദേഹം ഒരിക്കലും ഒരു വ്യത്യാസവും കൂടാതെ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരുന്നു. തമ്പുരാൻ്റെ സാന്നിധ്യം ദൈവമക്കൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ അധ്വാനത്തിൽ ദൈവാശ്രയത്തിൽ ജീവിച്ച ആ വ്യക്തി തൻ്റെ 20 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ
അദ്ദേഹത്തെ സന്ദർശിക്കുകയും അനുരഞ്ജന കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചതായ അനുഭവം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ജീവിക്കുവാൻ എന്നുള്ള പ്രവാചകന്മാരുടെ ദൗത്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവാൻ എന്നുള്ള ആ ദൗത്യം അദ്ദേഹം കടന്നു വരുന്ന ആളുകൾക്ക് നൽകുവാൻ പരിശ്രമിച്ചു. അത് ഏറെ ഫലദായകമായി എന്നുകൂടി നാം കാണുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ 73-ാമത്തെ വയസ്സിൽ 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഒരാഴ്ചക്കാലത്തെ അസ്വസ്ഥതയും അസുഖവും വഴി ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാനുള്ള സമയം സമാഗതമായി എന്ന സൂചന നൽകിയപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മരണം കൈവരിക്കുകയാണ് ഉണ്ടായത്. ഫ്രാൻസിലെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ വ്യക്തിവൈഭവം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാടമ്പി സ്ഥാനം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ, അത് ഫ്രഞ്ച് ഗവൺമെൻറ് നൽകുന്ന സ്തുത്യർഹമായ സേവനങ്ങൾക്ക് നൽകുന്ന ഉന്നതമായ ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം പ്രാപിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറെ പ്രീതികരമായ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ ജീവിതം നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഏറെ മാതൃകാപരമായ പ്രയോജനകരമായ ഒരു ജീവിതമാണ് എന്ന് കണ്ടുകൊണ്ട് അത് അനുധാവനം ചെയ്യുവാൻ വൈദികരായി, വചനപ്രഘോഷകരായി, കൂദാശകളുടെ പരികർമ്മികളായി, ജനനേതാക്കന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണല്ലോ. യുഗാന്ത്യ പ്രക്ഷോഭണത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ശൈലിയിലാണ് ഈ ഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരാണ് നാം എന്നുള്ള ബോധ്യം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടവരാണെന്നുള്ള ആ ബോധ്യം നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗമാണ് ഇത്. മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനം ഏത് സമയത്തുമാകാം. ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. അതായിരുന്നു ആദിമ ക്രൈസ്തവരുടെ വിശ്വാസ സത്യം എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ വിശ്വാസം അതാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, യേശുക്രിസ്തു വീണ്ടും വരും. ആ ഒരു വലിയ സന്ദേശമാണ്. മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനം ഏത് സമയത്തുമാകുന്നതിനാൽ എപ്പോൾ വന്നാലും സ്വീകരിക്കുവാൻ, സ്വീകൃതരാകുവാൻ നാം തയ്യാറായിരിക്കണം എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തമ്പുരാനെ സ്വീകരിക്കുവാനും തമ്പുരാൻ്റെ സന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടുവാനും ഇടയാകണം എന്നാണ്. അതിന് അവിടുന്ന് പറഞ്ഞ ഉപമയിൽ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, അരകെട്ടിയും വിളക്ക് കത്തിച്ചും ശുശ്രൂഷകർ പ്രവർത്തിക്കുവാൻ, പ്രവർത്തനോന്മുഖരായിരിക്കുവാൻ തയ്യാറാകണം. യജമാനൻ്റെ വരവിനെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു ദാസൻ്റെ രൂപമാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ചുമതല വിശ്വസ്തയോടും വിവേകത്തോടും കൂടി നിറവേറ്റണം എന്നും ഈ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അരകെട്ടിയിരിക്കുക, ഈ ശൈലി എപ്പോഴും ഉടനെ പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പെസഹ ആചരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നു, അരമുറുക്കിയും ചെരുപ്പ് ധരിച്ചും വടി പിടിച്ചും തിടുക്കത്തോടു കൂടി പെസഹ ഭക്ഷിച്ചുകൊണ്ട് അവർ യാത്രയിലാണ് എന്നുള്ള ആ ബോധ്യത്തിൽ അതാചരിക്കുവാൻ അവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 46-ാം വാക്യത്തിൽ കർത്താവിൻ്റെ കരം ഏലിയായോടുകൂടി ഉണ്ടായിരുന്നു.
അവൻ അരമുറുക്കി തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യപുത്രനെ സ്വീകരിക്കുവാൻ എപ്പോഴും നാം തയ്യാറായിരിക്കണം. വീണ്ടും വിളക്ക് കത്തിയിരിക്കണം. മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെടുന്ന കന്യകമാരുടെ ഉപമയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് മണവാളനെ എതിരേൽക്കുവാൻ അവർക്ക് കഴിയണം. മണവാളനെ സ്വീകരിക്കണമെന്ന് വരികിൽ ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. സ്വീകരിക്കുന്നതിന് കത്തിച്ച വിളക്കുമായിട്ട് വേണം സ്വീകരിക്കുവാൻ. എന്നാൽ വിവാഹ ആഘോഷം യഹൂദരുടെ ഇടയിൽ ദിവസങ്ങൾ ആഴ്ചകളൊക്കെ നീളുന്നതാണ്. ആഘോഷം കഴിഞ്ഞ് എപ്പോൾ മണവാളൻ വന്നാലും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. രാവിൻ്റെ ഇരുണ്ട യാമങ്ങളിലാണെങ്കിലും അക്ഷമരായി കാത്തിരിക്കുന്ന ദാസന്മാരായിരിക്കണം, ദാസികളായിരിക്കണം എന്നുള്ള ഓർമ്മിപ്പിക്കൽ. യജമാനൻ എപ്പോൾ വന്നാലും കതക് തുറന്നു കൊടുക്കുവാൻ കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെ ആയിരിക്കണം. അപ്രകാരം തയ്യാറായി ഉണർന്ന് കാത്തിരിക്കുന്ന ദാസന് യജമാനൻ പ്രതിഫലം നൽകുന്നു. എന്ത് പ്രതിഫലമാണ്? യജമാനൻ തന്നെ അരമുറുക്കി അവനെ പരിചരിക്കുന്ന ഒരനുഭവം. ദാസനെ പരിചരിക്കുക എന്നത് ഭൗമിക യജമാനന്മാർ ചെയ്യുന്നതല്ല. എന്നാൽ സ്വർഗീയ പിതാവ്, സ്വർഗീയ സാന്നിധ്യം അവനെ സ്വീകരിക്കുന്നു, അവനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സങ്കല്പമാണ് 37-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. സ്വർഗീയ വിരുന്നിൽ യജമാൻ അരമുറുക്കി ദാസനെ പരിചരിക്കുന്നു. യജമാനൻ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും യഹൂദർ രാത്രിയെ 3 യാമങ്ങളായും റോമക്കാർ 4 യാമങ്ങളായിട്ടുമൊക്കെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെ മേഘത്തിൻ്റെ സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാത്രിയുടെ അന്ത്യയാമം എന്നാണ്, അത് 3-ാം യാമം എന്നാണ് അവിടെ യഹൂദർ മനസ്സിലാക്കുന്നത്. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ാം യാമം എന്ന് പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യത്തിൽ യേശു കടലിൽ മീതെ നടന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ കടലിൽ മീതെ നടക്കുമ്പോൾ രാത്രിയുടെ 4-ാം യാമമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏത് യാമത്തിൽ വന്നാലും അവനെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം. ജാഗരൂകതയ്ക്കുള്ള ഒരാഹ്വാനമാണ് അവിടെ നൽകുന്നത്. വരുന്ന സമയം മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കുവിൻ, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ശിഷ്യന്മാരെ പോലെ ആയിരിക്കുവിൻ. വീണ്ടും കാര്യസ്ഥൻ്റെ ഉപമയിൽ തൻ്റെ വീട്ടുകാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തരും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? വിശ്വസ്തയോടുകൂടി, വിവേകത്തോടുകൂടി, ദൈവത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, സമൂഹത്തോടുള്ള വിശ്വസ്തത, സഭാസിദ്ധികളിലുള്ള വിശ്വസ്തത, സഭാ അധികാരികളുള്ള വിശ്വസ്തത, ഇതൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടിയേ തീരൂ. വിശ്വസ്തയോടുകൂടി പാമ്പിനെ പോലെയുള്ള വിവേകത്തോടെ, പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. എന്നാൽ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ ഇനിയും താമസിക്കും എന്ന് പറഞ്ഞ് ഭൃത്യന്മാരെ അടിക്കുവാനും മദ്യപിക്കുവാനും അങ്ങനെയുള്ള ഒരു ആഘോഷത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അറിയാത്ത മണിക്കൂറിലും സമയത്തിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്ക് അവിടുന്ന് ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുന്നുവോ ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിന് ചെയ്യുന്ന ആരാധനയാക്കി, മക്കൾക്ക് ചെയ്യുന്ന പണി മഹേഷിന് ചെയ്യുന്ന ആരാധനയാക്കി മാറ്റിക്കൊണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യം
മറ്റുള്ളവർക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ സംലഭ്യമാക്കി കൊടുക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് സകല സ്വത്തുക്കളുടെയും മേൽ അധികാരം നൽകും. സകലത്തിൻ്റെയും കർത്താവായ യേശു തൻ്റെ അധികാരത്തിൽ നിന്ന് വിശ്വസ്തദാസർക്ക് ഭാഗഭാഗ്യത്വം നൽകി അവരെ ആദരിക്കും. അപ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ദാസൻ്റെ പങ്ക് അവിശ്വസ്തരോടുകൂടി ആയിരിക്കും. ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ കടമകൾ നിറവേറ്റുവാൻ ആഴ്സില വിയാനി, ജോൺ മേരി വിയാനി ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിച്ച ആ വ്യക്തി നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതവും ജോൺ മേരി വിയാനിയുടെ ജീവിതം പോലെ ധന്യമായ ഒരു ജീവിതമാക്കുവാൻ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അനുരഞ്ജന കൂദാശയിലൂടെ ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഒക്കെ ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം ദൈവം തമ്പുരാൻ നമുക്ക് ഏവർക്കും സമർത്ഥമായി നൽകട്ടെ.